നമസ്കാരം. പ്രധാന വാർത്തകൾ. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമക്കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു. പുനേർകുളം സ്വദേശി ഷിഫാനാണ് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അടിയന്തരമായി അറിയിക്കണമെന്ന നിർദ്ദേശം. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചിട്ട് ഒരു വർഷം. സിപിഐഎം സ്ഥാപക നേതാക്കളിൽ ഒരാളും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ ഓർമ്മയായിട്ട് ഒരു വർഷം. ജനകീയ സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന VSന്റെ അസാന്നിധ്യം അടയാളപ്പെടുത്തിയ ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ വിപുലമായ അനുസ്മരണ പരിപാടികളുമായി ഇടതുപക്ഷം. നിരക്ക് പരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് ഇന്നു മുതൽ ഓൺലൈൻ ടാക്സി കാർ ഡ്രൈവർമാർ അനിശ്ചിതകാല സമരം തുടങ്ങി. പണിമുടക്കിന്റെ ഭാഗമായി ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടാക്സികൾ ഓഫ്ലൈൻ ആകുമെന്ന പ്രഖ്യാപനം. വാർത്തകൾ വിശദമായി. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമക്കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു. പുനേർകുളം സ്വദേശി ഷിഫാനാണ് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്കായി വടക്കേക്കാട് ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോയതായിരുന്നു. പുന്നയൂർ റോഡിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പോയത്. കറുത്ത മുണ്ടാണ് ധരിച്ചിരിക്കുന്നത്. പ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ 0487 25 42 39 0 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. നിരക്ക് പരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കൽ അടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് ഇന്നു മുതൽ ഓൺലൈൻ ടാക്സി കാർ ഡ്രൈവർമാർ അനിശ്ചിതകാല സമരം തുടങ്ങി. പണിമുടക്കിന്റെ ഭാഗമായി ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടാക്സികൾ ഓഫ്ലൈൻ ആകുമെന്നാണ് പ്രഖ്യാപനം. ന്യായമായ നിരക്ക് പരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കൽ തുടങ്ങി 11 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മുമ്പ് പ്രതിഷേധിച്ചപ്പോൾ പരിഹാരം എന്ന നിലയിൽ വർദ്ധിപ്പിച്ച തുക കമ്പനികൾ പിൻവലിച്ചതോടെയാണ് സമരത്തിനിറങ്ങിയത്. രേഖാമൂലം ഉറപ്പ് വേണമെന്നാണ് പ്രതിഷേധിക്കുന്നവരുടെ ആവശ്യം. രാവിലെ കാറുകൾ കൂട്ടത്തോടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഓഫ്ലൈൻ ആക്കിയാണ് പ്രതിഷേധിക്കുക. ഇതോടെ ഓൺലൈൻ ക്യാമ്പുകളെ ആശ്രയിക്കുന്ന നിരവധി പേർ പ്രതിസന്ധിയിലായി. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചിട്ട് ഒരു വർഷം. സിപിഐഎം സ്ഥാപക നേതാക്കളിൽ ഒരാളും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ ഓർമ്മയായിട്ട് ഒരാണ്ട്. ജനകീയ സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന VSന്റെ അസാന്നിധ്യം അടയാളപ്പെടുത്തിയ ഒരു വർഷമാണ് കഴിഞ്ഞുപോയത്. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയേറ്റുവാങ്ങി പാർട്ടിയും മുന്നണിയും കിതയ്ക്കുമ്പോൾ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവർ അതിനു വഴിയായി VSന്റെ പോരാട്ടങ്ങളിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ക്യാമ്പയിനർ എന്ന നിലയിൽ നിന്ന് പ്രായാധിക്യം കൊണ്ട് VS പിന്മാറിയിരുന്നുവെങ്കിലും മരണശേഷവും VS രാഷ്ട്രീയത്തിന് പ്രസക്തിയേറുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പാർട്ടി നേതാവായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ജനങ്ങൾക്കിടയിൽ നിറഞ്ഞുനിന്ന VSന് ജനകീയ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ പ്രായം ഒരു തടസ്സമായിരുന്നില്ല. ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാണ്. എനിക്കുണ്ടായ ചിരിക്ക് അവസാനമില്ല. തന്റെ യൗവനകാലത്ത് അതിഭീകരമായ ലോക്കപ്പ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന VSന് പാവപ്പെട്ടവന്റെ അവകാശ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ പ്രായാധിക്യത്തിലും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. പരിസ്ഥിതി വിഷയങ്ങളിലും സാധാരണക്കാരെയും തൊഴിലാളികളെയും ബാധിക്കുന്ന വിഷയങ്ങളിലും മുഖം നോക്കാതെ സമരമുഖങ്ങളിൽ അഗ്നി പടർത്താൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു. ഉള്ളത് പറഞ്ഞാൽ കള്ളികൾ ചിരിക്കുമെന്ന് മാത്രമല്ല, കള്ളന്മാരും ദേഷ്യപ്പെടുമെന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളോട് പടപൊരുതി പുന്നപ്രയുടെയും വയലാറിന്റെയും സമര പാരമ്പര്യങ്ങളുമായി കമ്മ്യൂണിസ്റ്റ് ജീവിതം ആരംഭിച്ച VS തന്റെ മരണം വരെ താൻ ഉയർത്തിയ രാഷ്ട്രീയത്തിനായി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നു. 2025 ജൂലൈ 21 തന്റെ 101 വയസ്സിലാണ് VS വിടവാങ്ങിയത്.
8 പതിറ്റാണ്ടിലേറെ നീണ്ട സമരജീവിതത്തിന്റെ തിരശ്ശീല താഴ്ത്തി VS വിടവാങ്ങിയെങ്കിലും അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ പോരാട്ട ചരിത്രവും എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ, അഭിവാദനങ്ങൾ, അഭിവാദനങ്ങൾ. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് മിനി നഗറിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്നും 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ക്രിസ്വിൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ നിന്നും കളിക്കാനായി പുറത്തിറങ്ങിയ ക്രിസ്വിന് നേരെ റോഡിലുണ്ടായിരുന്ന തെരുവുനായ്ക്കൾ കൂട്ടമായി കുരച്ചുകൊണ്ട് പാഞ്ഞടുക്കുകയായിരുന്നു. ഭയന്ന കുട്ടി സമീപത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രികരും ഭീതിയിലാണ്. നായശല്യത്തിന് അടിയന്തര പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മകനെ ഇന്നലെ 5 മണിയാകുമ്പോൾ നായ്ക്കൾ പഠിക്കാനായിട്ട് ഓടി. അവൻ കളിക്കാനായിട്ട് നായ്ക്കൾ 4-5 നായ്ക്കൾ ഓടിയിട്ട് വന്നപ്പോൾ ഓടിയിട്ട് അവനെ നമ്മളെ പേപ്പറിൽ ഓടി വീട്ടിൽ കയറി വാതിലടച്ചില്ല. അത് കാരണം കടിച്ചില്ല. 4-5 നായ്ക്കളുണ്ടായിരുന്നു. മകനെ ഇപ്പോൾ ഇങ്ങനെ ഓടിയിട്ട് അങ്ങനെ പിള്ളേരെ ട്യൂഷന് പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നായ്ക്കൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അറിയിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് പ്രതിപക്ഷ അറിയിച്ചിട്ടുണ്ട്. ഒരു നടപടി. മന്നലാംകുന്ന് സർവീസ് റോഡുമായി ബന്ധിക്കുന്ന AKG റോഡിലെ വെള്ളക്കെട്ട് ദുരിതത്തിന് 3 വർഷമായിട്ടും പരിഹാരമായില്ല. പരിഹാരം കാണാൻ കഴിയാതെ അധികൃതർ. മഴ കനത്തതോടെ 28 വീടുകളാണ് വെള്ളത്തിലായത്. സർവീസ് റോഡിൽ നിന്നും വെള്ളം വരുന്നത് തടയാൻ നാട്ടുകാർ 1/2 ലക്ഷം രൂപ ചെലവിട്ട് AKG റോഡ് ഉയർത്തിയെങ്കിലും ഫലം കണ്ടില്ല. വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർവീസ് റോഡും കാനയും ഉയർത്തുമെന്ന് NH അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ആദ്യം കാന പണിയുന്നതിനു പകരം റോഡ് ഉയർത്തി ടാറിട്ടു. ഇപ്പോൾ പലയിടത്തും കാനയില്ല. സർവീസ് റോഡിലെ വെള്ളക്കെട്ട് ഇല്ലാതായപ്പോൾ AKG റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നിർമ്മാണ കമ്പനി മന്നലാംകുന്ന് AKG റോഡിന്റെയും പരിസരത്തെ വീടുകളിലെയും വെള്ളക്കെട്ട് ഒരു മോട്ടോർ വെച്ച് കാനയിലെ വെള്ളം കനോലി കനാലിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. മുൻവർഷം 4 മോട്ടോർ രാപ്പകലില്ലാതെ പമ്പ് ചെയ്തിരുന്നിടത്താണ് പേരിനു മാത്രമുള്ള ഇടപെടൽ. കഴിഞ്ഞ ആഴ്ച AKG റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പ്രദേശവാസികൾ പണം സ്വരൂപിച്ച് ക്വാറി വേസ്റ്റ് അടിച്ച് ഉയർത്തിയിരുന്നു. എന്നാൽ റോഡരികിലെ വീടുകളുടെ സ്ലാബ് മതിൽ വിടവിലൂടെയും പൊട്ടിയ ഭാഗങ്ങളിലൂടെയും വെള്ളം പഴയ പോലെ AKG റോഡിലെത്തി. രായമരക്കാർ വീട്ടിൽ സുഹറയുടെ വീടിന്റെ അടുക്കളയിൽ പോലും വെള്ളക്കെട്ട് ഭീഷണിയാണ്. മലിനജലം കിണറ്റിലെത്തുന്നത് പ്രദേശത്ത് രോഗഭീഷണി ഉയർത്തുമെന്ന ആശങ്കയുമുണ്ട്. പല വീടുകളിലും വയോജനങ്ങളും രോഗികളും താമസിക്കുന്നതിനാൽ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലോ മദ്രസയിലോ പോകാനും കഴിയാത്ത അവസ്ഥയാണ്. ഒരു ദിവസം കുറച്ചു സമയം മഴ പെയ്താൽ ഇവർക്ക് വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ല. വാഹനങ്ങളും വീട്ടിലേക്ക് എത്താൻ കഴിയില്ല. MLA ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമായി നാട്ടുകാർ NH അധികൃതരെ കണ്ടെങ്കിലും ഇവരും കൈമലർത്തുകയാണ്. ലോക ജനസംഖ്യാ ദിനാചരണത്തിനോടനുബന്ധിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി IMAയും സീനിയർ എഡിറ്റേഴ്സ് ഫോറവും ചേർന്ന് സെമിനാർ നടത്തി. കുന്നംകുളം പിസാറ്റ് കോളേജിൽ നടന്ന ചടങ്ങ് IMA പ്രസിഡന്റ് ഡോക്ടർ താജ് പോൾ പനിക്കൽ ഉദ്ഘാടനം ചെയ്തു. സീനിയർ എഡിറ്റേഴ്സ് ഫോറം ചെയർമാൻ C ഗിരീഷ് കുമാർ അധ്യക്ഷനായി. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രിയ പനിക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ C ബിഞ്ചു ജേക്കബ് ക്ലാസ് എടുത്തു. PK സുനിൽ, MB ജുബാൽ, ജയപ്രകാശ് ഇലവന്ത്ര, നിഖിൽ, P സുനിൽ എന്നിവർ സംസാരിച്ചു. പോർക്കുളം അയ്യമ്പറമ്പ് ബദേൽകുന്നിലെ 8 വീടുകളുടെ താക്കോൽദാനം മന്ത്രി CP ജോൺ നിർവഹിച്ചു. സമ്മേളനം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡേവിസ് ചിറമലിന് അവാർഡ് സമ്മാനിച്ചു. AC മൊയ്തീൻ MLA, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, മറിയം ഉമ്മൻ, ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ ഗീവർഗീസ് തോലത്ത്, ഫാദർ വിജു ഏലിയാസ്, PC സൈമൺ, KP പോളി എന്നിവർ സംസാരിച്ചു. സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി കൂദാശയും ഉണ്ടായിരുന്നു. പള്ളി പൊളിച്ചു പണിയല്ല ആവശ്യം, പള്ളി പുതിയ പള്ളി ഉണ്ടാക്കി കൊടുക്കണം. ആ പള്ളി നമ്മുടെ പാവപ്പെട്ട ജനങ്ങളാണ്. ഏത് മനുഷ്യനുമാകട്ടെ, അത് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ആരുമാകട്ടെ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവം പല മനുഷ്യജാതി ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ എല്ലാവരെയും ഒരു മനുഷ്യജാതിയെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും
ഏത് മതത്തിലായാലും ഏത് വർണ്ണത്തിലായാലും ലിംഗത്തിലായാലും നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU തൃശൂർ ജില്ലാ സമ്മേളനം ജൂലൈ 23-24 തീയതികളിലായി കുന്നംകുളത്ത് വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ടൗൺ ഹാളിൽ സജ്ജമാക്കുന്ന ബാബു എം പാലിശ്ശേരി നഗറിൽ വെച്ച് ചേരുന്ന സമ്മേളനത്തിൽ വഴിയോര കച്ചവട തൊഴിൽ മേഖല ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 300 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം 23-ന് രാവിലെ 10 മണിക്ക് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് ഉദ്ഘാടനം ചെയ്യും. 24-ാം തീയതി രാവിലെ 9 മണിക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വഴിയോര കച്ചവട തൊഴിലാളികളുടെ മക്കളെ ആദരിക്കും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CITU നേതാക്കളായ PK പുഷ്പാകരൻ, PM സോമൻ, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സംസ്ഥാന ഭാരവാഹികളായ RV ഇക്ബാൽ, ഡോക്ടർ KS പ്രദീപ് കുമാർ, സുനിൽകുമാർ, L രമേശൻ, ജിനി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇടതുമുന്നണി സർക്കാരുകൾ കൊണ്ടുവന്ന ചട്ടവും സ്കീമും ക്ഷേമനിധിയും കേരളത്തിലെ 20 ലക്ഷം വരുന്ന വഴിയോര കച്ചവടക്കാർക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകിയിരുന്നു. ഒരു ഗവൺമെന്റ് തൊഴിലാളികൾക്ക് അനുകൂലമായി കൊണ്ടുവന്ന നിയമം ഒറ്റയടിക്ക് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സംസ്ഥാനത്ത് മാറിവന്ന UDF ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വ്യാപകമായ കുടിയൊഴിപ്പിക്കൽ നടക്കുകയാണ്. അർദ്ധരാത്രി കള്ളന്മാരെ പോലെ വന്നാണ് പല കടകളും എടുത്തു മാറ്റുന്നത്. ഇതിനെ ചെറുത്ത് പരാജയപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങൾ സമ്മേളനത്തിൽ കൈക്കൊള്ളുമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി RV ഇക്ബാൽ, സംഘാടക സമിതി ജനറൽ കൺവീനർ PM സുരേഷ്, യൂണിയൻ ഭാരവാഹികളായ ജിനി രാധാകൃഷ്ണൻ, T ശ്രീകുമാർ, T സുധാകരൻ, അജിത്ത് ഗുരുവായൂർ എന്നിവർ അറിയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 11-12 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരവ് 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യാതിഥിയായി. 11-ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് താലിഫ്, 12-ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് PM അരുൺ എന്നിവർ സംസാരിച്ചു. പെരുവന്മല, മഴുവഞ്ചേരി എന്നീ വാർഡുകളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളം മൃഗാശുപത്രിയിൽ രാത്രികാല സേവനം ലഭ്യമാക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കുന്നംകുളം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. LDF സർക്കാർ നടപ്പിലാക്കിയിരുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ രാത്രികാല സേവനം നിലവിൽ ലഭ്യമല്ലാത്തത് ക്ഷീരകർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നതായി കൺവെൻഷൻ വിലയിരുത്തി. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രേംരാജ് ചൂണ്ടലാത്ത് അധ്യക്ഷത വഹിച്ചു. KT ഷാജൻ, PK രവീന്ദ്രൻ, TP ജോസഫ്, ജോണി ആളൂർ എന്നിവർ സംസാരിച്ചു. PK രവീന്ദ്രനെ പ്രസിഡന്റായും പ്രേംരാജ് ചൂണ്ടലാത്തിനെ സെക്രട്ടറിയായും യോഗം തെരഞ്ഞെടുത്തു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ജൂലൈ 26 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരുമ്പിലാവ് KR ഇൻ ഹോട്ടലിൽ വാർഷിക പൊതുയോഗം, ചാരിറ്റി ഫണ്ട് വിതരണം, ജൂബിലിയേറിയന്മാരെ ആദരിക്കൽ, വിദ്യാഭ്യാസ അവാർഡ് വിതരണം, പെർഫോമൻസ് അവാർഡ് ദാനം തുടങ്ങിയ പരിപാടികളോടെയാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. രാവിലെ 10-ന് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ മണി ലെൻഡിംഗ് ബിസിനസ് രംഗത്തെ സമകാലീന വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദമായ ക്ലാസുകൾ നടക്കും. ചിരകാല സ്വപ്ന സാക്ഷാത്കാരമായി തൃശൂരിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റീജിയണൽ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും അന്നേ ദിവസം നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് അയ്യന്തോൾ കളക്ടറേറ്റിന്റെ 2ാം ഗേറ്റിന് എതിർവശത്തുള്ള സ്വീകരണ പോയിന്റിൽ നിന്നും വിശിഷ്ടാതിഥികളെ ആനയിച്ച ശേഷം സംസ്ഥാന പ്രസിഡന്റ് PA ജോസ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികളായ CP ജോസ്, CK ഷോബി, എഡ്വി ജോസ്, NA രാജൻ, PS രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബസേലിയൂസ് മാർത്തോമ പൗലോസ് ദിയൻ കാതോലിക്ക ബാവയുടെ 5ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ നടത്തിയ ഓർമ്മക്കുറിപ്പ് മത്സരം എന്റെ ബാവ തിരുമേനി മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. കുന്നംകുളം മാർത്താറ്റ കുന്നംകുളം ഭദ്രാസന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് PC സൈമൺ, സെക്രട്ടറി ജിനീഷ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. മത്സരത്തിൽ ബിൻസി ജേക്കബ് 1ാം സ്ഥാനവും S മോഹൻദാസ് പാവന്നൂർ 2ാം സ്ഥാനവും എബി മാത്യു 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. CPM-ന്റെ സ്ഥാപക നേതാവും മുൻ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികാചരണം വിവിധയിടങ്ങളിലായി നടന്നു. വിശദാംശങ്ങളിലേക്ക്.
CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകര കിഴക്കേത്തറയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. KK മനോജ് മാസ്റ്റർ, AC രമേശ് എന്നിവർ സംസാരിച്ചു. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി സെന്ററിൽ പ്രകടനവും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PB അനൂപ് അധ്യക്ഷനായി. CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KI സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ജോസ്, VK ഹരിദാസ്, ആൻസി വില്യംസ്, PS സന്ദീപ്, സച്ചിൻ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. അനുസ്മരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ നടന്ന പതാക ഉയർത്തലും സമ്മേളനവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി ഓഫീസായ TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സുരേഷ്, MB പ്രവീൺ, PG ജയപ്രകാശ്, CG രഘുനാഥ്, KK സതീശൻ, ലോക്കൽ സെക്രട്ടറിമാരായ GK ജിന്നി, CK ലിജീഷ്, PB ഭവീഷ് എന്നിവർ സംസാരിച്ചു. KSKTU കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. KSKTU ജില്ലാ സെക്രട്ടറി TK വാസു ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MS വിനോദ് അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MB പ്രവീൺ, CPIM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, DYFI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA സൈഫുദ്ദീൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം KB ഷിബു, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഓമന ബാബു എന്നിവർ സംസാരിച്ചു. പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനാഘോഷം നടത്തി. ചാന്ദ്രപര്യവേക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുന്നതിനായി റോക്കറ്റ് നിർമ്മാണം, പോസ്റ്റർ നിർമ്മാണം, ചാന്ദ്രദിന ക്വിസ്, ചാന്ദ്രയാത്രകളുടെ അധിക വിവരങ്ങൾ ശേഖരിക്കൽ, വാനനിരീക്ഷണം, തലേന്ന് രാത്രി കണ്ട ആകാശം ചിത്രങ്ങളാൽ വരയ്ക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടന്നു. HM ഇൻചാർജ് SK പ്രിയ, സ്റ്റാഫ് സെക്രട്ടറി MK സലീം എന്നിവർ സംസാരിച്ചു. സയൻസ് ക്ലബ് കോർഡിനേറ്റർ MR ഐശ്വര്യ, AS സന്ധ്യ, KM മഞ്ജു തുടങ്ങിയവർ നേതൃത്വം നൽകി. നാടക മത്സരവേദികളിലെ വ്യത്യസ്ത അനുഭവം തീർക്കാൻ CS മുരളിബാബു സ്മാരക ട്രസ്റ്റ് മൊഴിയാട്ടം എന്ന പേരിൽ ഏകപാത്ര നാടക മത്സരം സംഘടിപ്പിക്കുന്നു. മുരളിക ട്രസ്റ്റിന്റെ 13ാം വാർഷികത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 6-ന് ആര്യമ്പാടത്ത് വെച്ച് മത്സരം സംഘടിപ്പിക്കും. 10,000, 5,000, 3,000 എന്നിങ്ങനെ ആദ്യ 3 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ക്യാഷ് അവാർഡും ശില്പവും നൽകും. പരമാവധി 15 മിനിറ്റാണ് അവതരണ സമയം. സ്ക്രിപ്റ്റുകൾ ജൂലൈ 31-നകം PDF ഫോർമാറ്റിൽ muraligascript@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കണം. തെരഞ്ഞെടുക്കപ്പെട്ട 10 സ്ക്രിപ്റ്റുകളിൽ ആദ്യ 3 സ്ഥാനങ്ങൾ ഒഴികെയുള്ള 7 മികച്ച അവതരണങ്ങൾക്ക് 1000 രൂപ ക്യാഷ് അവാർഡും ശില്പവും നൽകും. വിശദവിവരങ്ങൾക്ക് 94 47 51 59 47, 94 46 54 41 88 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തൊഴിയൂർ CMUP സ്കൂളിൽ ചാന്ദ്രദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിന പതിപ്പ്, ചാന്ദ്രദിന പാട്ട്, ഡാൻസ്, ദൃശ്യാവിഷ്കാരം, ഗ്രഹങ്ങളെ പരിചയപ്പെടുത്തൽ, റോക്കറ്റ് നിർമ്മാണം, വിക്ഷേപണം, സ്പേസ് പ്രിൻസ് എന്നീ പരിപാടികൾ നടത്തി. പ്രധാന അധ്യാപിക വിജി വില്യംസ് ചെറുവിവരണം നൽകി. ചാന്ദ്രദിന പരിപാടികൾക്ക് അധ്യാപകരായ റീന, ജുഷ, പ്രീതി എന്നിവർ നേതൃത്വം നൽകി. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ വിജ്ഞാന വ്യാപന ഏജൻസിയായ ATMAയുടെ ഭാഗമായി ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്തിന് കീഴിൽ വരുന്ന 50 പച്ചക്കറി കർഷകർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK രാജുനലി, ശൈലജ, അഞ്ജു സുധീഷ്, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ്മാർ, ആത്മാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പച്ചക്കറി കൃഷിയുടെ പരിപാലനവും സൂക്ഷ്മ വളപ്രയോഗങ്ങളും, പച്ചക്കറി കൃഷിയിലെ കീടരോഗ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ റിട്ടയേർഡ് JAD മിനി, റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ CV രമേശ് എന്നിവർ ക്ലാസ് നയിച്ചു. പച്ചക്കറി തൈകളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. പുനേർകുളം കേജ് തൈക്കോണ്ടോ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ വേൾഡ് തൈക്കോണ്ടോ ഫെഡറേഷൻ ഫസ്റ്റ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് നേടിയ
വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 3 വർഷമായി പരിശീലകൻ ബഷീർ താമരത്തിന്റെ നേതൃത്വത്തിൽ കരാട്ടെ പഠിക്കുന്ന തീർത്ത, സിദ്ധാർത്ഥ് എന്നിവരെയാണ് വീട്ടിലെത്തി ഭാരവാഹികൾ അനുമോദിച്ചത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ കുന്നങ്കാട്ടയിൽ ആദരച്ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനേർകുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ അധ്യക്ഷത വഹിച്ചു. പുനേർകുളം ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഷ്കർ അറക്കൽ, പുനേർകുളം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ടിപ്പു ആറ്റുപുറം, കേജ് സ്പോർട്സ് മെമ്പർ ബിജിഷ P. ദിലീപ് എന്നിവർ സംസാരിച്ചു. കേജ് സ്പോർട്സ് മാനേജിംഗ് ഡയറക്ടർ ബഷീർ താമരത്ത് സ്വാഗതവും ആലിഷ്ബ PB നന്ദിയും പറഞ്ഞു. പരൂർ വാക്കത്തി റോഡ് പൊലിയത്ത് രതീഷ് ശ്രീജന ദമ്പതികളുടെ മക്കളാണ് തീർത്തയും സിദ്ധാർത്ഥും. മെയ് 20, 21 തീയതികളിൽ കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ ലൈബ്രറിയൻ വേലൂർ ഒലക്കേങ്ങിൽ പറഞ്ചുകുട്ടി മകൻ കുരിയാക്കു നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വേലൂർ പള്ളി സെമിത്തേരിയിൽ നടത്തി. വടക്കേക്കാട് മണികണ്ഠേശ്വരം അറയ്ക്കൽ LC തോമസ് നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം തൃശൂർ പറവട്ടാനി സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തി. അഞ്ഞൂർ നീർത്താട്ടിൽ അയ്യപ്പൻ മകൻ വേണുഗോപാൽ നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഗിരിജ ഭാര്യയും അജിത്ത്, അശ്വതി എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി തിപ്പല്ലൂർ കോനങ്ങത്ത് വീട്ടിൽ സരോജിനി അമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. വേണു, മണികണ്ഠൻ, ലത, മുരളി എന്നിവർ മക്കളാണ്. അഞ്ഞൂർകുന്ന് പൂങ്ങാട്ട് അച്യുതൻ മകൻ വിശ്വനാഥൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടത്തും. ഷീലയാണ് ഭാര്യ. അമൃത, അശ്വിൻ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതിയെ ഓടി രക്ഷപ്പെട്ടു. പുനേർകുളം സ്വദേശി ഷിഫാനാണ് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അടിയന്തരമായി അറിയിക്കണമെന്ന് നിർദ്ദേശം. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചിട്ട് 1 വർഷം. CPI സ്ഥാപക നേതാക്കളിലൊരാളും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ ഓർമ്മയായിട്ട് 1 വർഷം. ജനകീയ സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന VSന്റെ അസാന്നിധ്യം അടയാളപ്പെടുത്തിയ 1 വർഷം കഴിഞ്ഞു പോകുമ്പോൾ വിപുലമായ അനുസ്മരണ പരിപാടികളുമായി ഇടതുപക്ഷം. നിരക്ക് പരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് ഇന്നു മുതൽ ഓൺലൈൻ ടാക്സി, കാർ ഡ്രൈവർമാർ അനിശ്ചിതകാല സമരം തുടങ്ങി. പണിമുടക്കിന്റെ ഭാഗമായി ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടാക്സികൾ ഓഫ്ലൈനാകുമെന്ന് പ്രഖ്യാപനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.